സ്വത്രം സാധാരണ വലിയ ഒന്നുകിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായി അല്ലെങ്കിൽ മറ്റുള്ളവർ യേശുവിനെ കുറിച്ച് പറഞ്ഞ് സാക്ഷ്യം കേട്ട് കർത്താവിലേക്ക് വന്ന വ്യക്തികളാണ് സ്വന്തം. എന്നാൽ കർത്താവിന്റെ ദാസന്റെ അനുഭവത്തിൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യം ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം താൻ ശരിക്കും ആരാധിക്കുകയും ചെയ്ത ആ ശക്തി, ആ പൈശാചിക ശക്തി യേശുവിനെ കുറിച്ച് പറഞ്ഞ് ഹല്ലേലൂയ താൻ ആ പിശാചിനെ തള്ളി പറഞ്ഞിട്ടാണ് രക്ഷിക്കപ്പെടാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പിശാച സാക്ഷ്യം പറഞ്ഞ് ഹല്ലേലൂയ ഒരളവിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു അനുഭവത്തോടെ കർത്താവിന്റെ ദാസനെ കർത്താവ് വിളിച്ച് വേർതിരിച്ചു. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ കർത്താവിന്റെ ദാസൻ ഇപ്പോൾ ദൈവത്തിന് സ്തോത്രം ജാർഖണ്ഡ് സംസ്ഥാനത്ത് റാഞ്ചി എന്ന് പറയുന്ന പ്രദേശത്തോട് ചേർന്ന് മൂരി എന്ന് പറയുന്ന ട്രൈബൽസ് ഏരിയയിൽ പ്രവർത്തനത്തിലൊക്കെ ആയിരിക്കുന്നു. ദൈവത്തിന്റെ സ്വത്രം. തുടർന്നുള്ള നിമിഷങ്ങൾ അനുഭവങ്ങളും ആലോചനകളുമായിട്ട് ദാസനം കേൾക്കാം. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കും. ദൈവത്തിന്റെ സ്വത്രം. കർത്താവ് നമ്മെ സഹായിക്കാം. ദൈവത്തിന് ദൈവസഭയ്ക്ക് ദൈവദാസ കുടുംബത്തിനും ദൈവപ്പെടുന്ന സ്നേഹബന്ധനം അറിയിക്കട്ടെ. സ്നേഹം ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുന്നതാണ്. 1989 കിടങ്ങന്നൂർ ഒരു പ്രസംഗം ഉണ്ടായി. അദ്ദേഹം നമ്മുടെ കൺവെൻഷനോട് വിളിച്ചു ഓർക്കുന്നുണ്ടോ? 89 കിടങ്ങന്നൂർ ഒരു കൺവെൻഷൻ നടത്തി. അതുകൂടാതെ പല സ്ഥലങ്ങളിലും ഇവിടെ വന്നിട്ടുണ്ട്. 40 വർഷമായിട്ട് പല സ്ഥലങ്ങളിലും ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളിൽ വിദേശങ്ങളിലൊക്കെ കർത്താവിനെ പരിചയപ്പെടുത്തുവാൻ അനേക ആയിരങ്ങൾക്ക് 10,000 ലക്ഷങ്ങൾ പ്രയോജനമാക്കുവാൻ കർത്താവിടെയാണ്. ഇപ്പോഴാണ് ഞങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുന്നതില്ല, പിന്നീടാണ് ഹൈസ്കൂളിൽ പഠിക്കാൻ പോകും. ദൈവം ദൈവം എന്നെ ആദ്യ കാലങ്ങളിലൊക്കെ ദൈവത്തിന് സ്തോത്രം. ദൈവമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഈ റാഞ്ചിയിലെ ട്രൈബൽ സ്റ്റഡിയിലെ മൂരി എന്ന ഗ്രാമം. റാഞ്ചി അപ്പോൾ സന്യാസിയായ ബുഖാറോ ശിക്ഷിക്ക് ജോലിയിലായിരുന്നു. ജോലിയുള്ള ബന്ധത്തിൽ സമാധാനമില്ല. അപ്പോൾ ജോലിയൊക്കെ വിട്ടിട്ട് അങ്ങനെ സത്യാന്വേഷിയായിട്ട് മാറി. അപ്പോൾ ആ സമയത്ത് ഒരു സുഹൃത്ത് പരിചയമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പൗരാണികമാകുന്ന പണ്ഡിതനും ദൈവത്തെക്കുറിച്ച് വളരെ അടുത്ത ബന്ധമുള്ള ആളായിരുന്നു. ഞാൻ താമസിക്കുന്ന മാറാപ്പാടി റെസ്റ്റ് ഹൗസിൽ അടുത്ത മുറിൽ അദ്ദേഹം ഉണ്ടായി. പരിചയമായി. അദ്ദേഹത്തിന് ദൈവഗുരുമായിരുന്നു.
പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് ഞാൻ അറിയപ്പെടാത്ത അദ്ദേഹം പുതിയാണ് അല്ല ഗൂഢമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസമാണ്. അങ്ങനെ ആ ദേവതയിൽ കൂടെ അടുത്ത് പരിചയമായി എൻ്റെ ജോലി റിസൈൻ ചെയ്തു ദൈവത്തോടുകൂടെ ചേരണമെന്നും ആ ദേവത പറയുന്നു, നിനക്കും ദൈവത്തെ കഴിയും, ദൈവവുമായി ഞങ്ങളുമായിട്ട് സ്വർഗത്തിൽ വസിക്കാൻ കഴിയും. എനിക്ക് വലിയ സന്തോഷമായി. ദൈവത്തെ കാണാമെന്ന് പറയുന്നത് വലിയൊരു അത്ഭുത വിഷയമാണ്. അപ്പം അതിനുവേണ്ടി നീ അങ്ങനെയെങ്കിൽ എൻ്റെ ശിഷ്യനെ പോലെ നിനക്കാകണം, അദ്ദേഹത്തെ പോലെയാണ്. നിൻ്റെ ജോലി റിസൈൻ ചെയ്യണം, വീടെല്ലാം വിടണം, ബ്രഹ്മചാരിയായി ഏകതയിൽ എന്നെ പിൻപറ്റണം. അങ്ങനെ നീണ്ട നാളുകൾ അതിനെ ഭജിച്ചു താടിയായി, സന്യാസിയായി, സിദ്ധനായി, ഒരു ദൈവമനുഷ്യനായി, മനുഷ്യ ദൈവമായി, മനുഷ്യ ദൈവമായിട്ടും അനേകർക്ക് അനുഗ്രഹം കിട്ടി. അനേക അത്ഭുതങ്ങൾ നടക്കുന്നു. പറഞ്ഞാൽ മതി എല്ലാം സംഭവിക്കും. പക്ഷേ എനിക്ക് സമാധാനം. എല്ലാ ദേവതകളെയും വെച്ച് ഫോട്ടോ വെച്ചു. മക്കയുടെ ഫോട്ടോ, യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോ, ഇങ്ങനെ എല്ലാ മതങ്ങളെയും സേവിച്ചു വന്ന പലതേക്കുറിച്ച് ഈ ദേവതയാണ് സംശയങ്ങൾ. ഞാൻ ചോദിച്ചു അവിടെ ഇവിടെ എങ്ങനെ എവിടെയാ. വർഷങ്ങൾ 12 വർഷമായി എനിക്ക് സമാധാനമില്ല. ഞാൻ പറഞ്ഞ് അമ്മ എന്നെ പറഞ്ഞിട്ടില്ല ഈ സ്വർഗത്തിനെ കൊണ്ടുപോകും, എന്നെ എന്നാ കൊണ്ടുപോകുന്നു. എടാ ഞങ്ങൾക്കാർക്കും തന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, യേശുവിനെ മാത്രമേ അത് പറ്റത്തില്ല. അവൻ തീയാണ്, ഒറ്റയ്ക്ക് വസിക്കും. ഞങ്ങളെല്ലാവരും വേറൊരു പുസ്തകം. അപ്പം ഞാൻ ചോദിച്ചത് നിനക്ക് ശക്തിയില്ലെങ്കിൽ അപ്പോൾ യേശുവിൻ്റെ അമ്മ ഒരു കന്യകാമറിയുണ്ട് അദ്ദേഹം. അപ്പോൾ യേശുവിനെ കാണുമ്പോൾ ശക്തിയായിരിക്കുമല്ലോ, ആ ഒരു ഫോട്ടോ വെച്ചോണ്ടായി ചോദിച്ചു. എന്നാ പറഞ്ഞ് കന്യകാമറിയും ഞാനും മകനെ ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ്. അവിടെ കത്തിക്കുന്ന മെഴുതിരിയും പ്രസാദ പൂജയിലും ഞാനായിരുന്നു. നമുക്കറിയാമല്ലോ, ഒരുപാട് ദിവസം വായിച്ചിട്ടില്ല. ആകാശത്തിനോ ഭൂമിയിലുള്ള ഒന്നിൻ്റെ രൂപങ്ങൾ ഉണ്ടാവുകയോ വണങ്ങി നമസ്കരിക്കുകയോ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ ശാരീരം കടക്കാനുള്ള ഫ്രീ വിസയാണ് നമ്മളിലേക്ക് കടക്കുവാൻ. അവൻ്റെ അവകാശങ്ങൾ എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ വല്ല ഫോട്ടോയോ രുദ്രാക്ഷമാലയോ കുരിശിൻ്റെ അടയാളമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന് വരാനുള്ള ഏറ്റവും ഒരു പാതയാണ്. ഉണക്കമീൻ മണത്ത് പൂച്ച വരുന്നത് പോലെ പിശാചിന് വരാനുള്ള അവകാശമുണ്ട്, അധികാരം കൊടുത്തിട്ടു ദൈവം. അധികാരം യോബ് ഭക്തനല്ലേ, പരമഭക്തനായിരുന്നു. പക്ഷെ അവൻ്റെ ഉള്ളതിൽ ഭയമുണ്ട്. 3:25 ഭയമുണ്ട്. പിന്നെ അവനെ മണമുള്ള കാര്യമില്ല. അങ്ങനല്ലേ പിടിച്ച് കർത്താവിനടുക്കെ ചെറുത് ദൈവത്തിന് സമ്മതിക്കാതിരിക്കാൻ പറ്റുന്ന ഭയമുണ്ട്. അങ്ങനെയാണ് ജോബിലേക്ക് കിടക്കുവാൻ ഇടാവുന്നത്. അപ്പം ഇതുപോലെ അവൻ അവകാശമുള്ള ഒന്നും വന്നാൽ പ്രശ്നമാണ്. അങ്ങനെ ഈ നിലയിൽ കടന്നുപോയി സമാധാനമില്ലാതെ ഞാൻ ചോദിച്ചു. അപ്പോൾ അങ്ങനെയെങ്കിൽ ദേവീ പൂജ അല്ലല്ല, അത് ഞങ്ങൾ രണ്ടുപേരും തന്നെ അങ്ങനെ അത് നിർത്തി. സമാധാനമില്ല. അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പിന്നെ ഏകാസനത്തിൽ അഹം ബ്രഹ്മാസ്തി സത്യദൈവത്തിൽ അങ്ങനെ വിശ്വസിപ്പാൻ തുടരാനിടയായി. അസത്വമാ അസത്യമയ, അസത്യത്തിൽ നിന്നും സത്യത്തിൽ നയിക്കണമേ. തമസ്വമാ ജ്യോതിർഗമ്യ, ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് വരണമേ. അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് വരുത്തണമേ. ദൈവത്തിന് സ്തോത്രം. മൃത്യുവമാ അമൃതമേ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടത്തണമേ. ഇതാണ് ധ്യാനത്തിന് വേണ്ടി കരുതിയത്. അങ്ങനെ പൂജകളെല്ലാം നിർത്തി. അങ്ങനെ ഒരു ദിവസം ഒരു പ്രകാശം എൻ്റെ മേലുണ്ട്. പ്രകാശമാണ് എനിക്ക് സുബോധം വരുത്തിയത്. ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ഞാൻ കുറച്ച് പുസ്തകങ്ങളുണ്ട്. ഈ 3 വർഷം അവിടെ കൊറോണ ആയതുകൊണ്ട് എന്നെ അവിടെ നിന്ന് അടിവായിക്കും. കാരണം അവിടെ ആരും പ്രായമുള്ളവരെ ഇവിടെ കൊടുത്തില്ല. അങ്ങനെ വന്നതാണ്. ആ സമയത്ത് എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളൊക്കെ സ്ഫൂർത്തിമെത്തി ഒരു പുസ്തകം തയ്യാറാണ്. അതിനകത്ത് കർത്താവിനെ കണ്ട വിഷയങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ ദേവിയെ പ്രത്യക്ഷപ്പെട്ട എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ടല്ലോ. എനിക്ക് എല്ലായിടത്തും പോകാൻ പറ്റത്തില്ല. പക്ഷേ ഈ പുസ്തകം ഇവിടെ ഞാൻ 5-8 പുസ്തകത്തിലുണ്ട്. ഇവിടെ നിന്ന് വായിക്കാം. പിന്നെ ആ നായകമായ മർമ്മങ്ങളുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു 300 രൂപ ഇടാൻ വിചാരിച്ചു. ഇവിടെ അതിൻ്റെ പകുതിയാക്കാം. ഞാൻ 150 ക്രീറ്റിയല്ല. ഇനി അത് വേറെ വിഷയം. ആവശ്യമുള്ള വായിച്ചാൽ ഇത് വൈദ്യപ്പെടുപ്പിന് വന്നതല്ല. അനേകം സത്യം മനസ്സിലാകും. അതും കൂടെ വായിക്കണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് എടുത്തോളൂ. വെബ്സൈറ്റിനകത്തുണ്ട്, അത് വായിക്കാൻ പറ്റില്ല. നിങ്ങൾ വായിക്കണമെന്നില്ല. വേണമെങ്കിൽ വായിച്ചോളുക. എൻ്റെ പുസ്തകം എടുക്കും. 150 രൂപ. അത് രണ്ടാമത്തെ വിഷയം. അങ്ങനെ ആ നിലയിൽ സത്യത്തിന് വേണ്ടി അതെല്ലാം നിർത്തി. ഈ പ്രകാശം വന്നു. ഞാനവിടെ സ്ഥലത്തൊരു സന്യാസിയാണ്. അവർ എൻ്റെ ശിഷ്യന്മാരോട് പലരുമുണ്ട്.
എൻ്റെ ആറ്റപ്രകാരം നടക്കുന്ന ആ ഗ്രാമം പെട്ടെന്ന് ഇങ്ങനെ യേശുവിനെ സ്വീകരിച്ച് മാറിയവർക്ക് വെറുതെ ഉള്ളൂ. ആ പാസ്റ്റർ വന്ന് പ്രസംഗിച്ച് PSML അറിയണം. PSML റായ്പൂരിൽ കാര്യാവണി അച്ഛൻ്റെ സഹോദരനാണ്. അദ്ദേഹം റാഞ്ചിയിലുള്ള ദേവദാസ് PSML അവിടെ വന്ന സുവിശേഷമൊക്കെ പറഞ്ഞ് ഞാൻ കൈവക്കി സമർപ്പിച്ചു. ദേശമെല്ലാം ഞെട്ടാൻ തുടങ്ങി. പാസ്റ്റർക്ക് വരാൻ പറ്റത്തില്ല. വന്ന അദ്ദേഹത്തെ അവർ കൊന്നുകിടും. അപ്പം ഞാനവിടെ പോകും. അവിടെ ചെറിയൊരു ആദിവാസി കൂട്ടമുണ്ട്. പക്ഷെ അവർക്കതിൽ സാഹചര്യമൊന്നുമില്ല. അങ്ങനെ എനിക്കൊരു ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. റെയിൽവേയുടെ റോഡിലെ ബിസിനസ് നടത്തി. വർക്കീസ് വർഷം അധ്വാനിക്കണം, ജീവിക്കണം. ഭിക്ഷാടനം ഞാൻ ആഗ്രഹിച്ചിരുന്നു. വർക്കീസ് വർഷം അങ്ങനെ അധ്വാനിച്ച് ജീവിക്കുകയായി. ഈ സമയത്താണ് ജോലി കഴിഞ്ഞ് വൈകുന്നേരം 8-9 മണിക്ക് മങ്ങി വെളിച്ചം പോലെ വരും. അവിടെ ആണ് ദൂതനാണ് വന്നത്. എന്നെ സൺഡേ ക്ലാസ്, ഇവിടെ നല്ല സൺഡേ ക്ലാസ് വിദ്യാലയങ്ങൾ, അവിടെ ദൂതം വന്നിറങ്ങി ഇടയ്ക്കിടയ്ക്ക് പല കാര്യങ്ങൾ തന്നെ ബൈബിളിലെ കാര്യങ്ങളെ കുറിച്ച് എന്നെ പഠിപ്പിച്ചു. പല മർമ്മങ്ങളും വെളിപ്പെടുത്തി തന്നു. 1 വർഷക്കാലം അങ്ങനെ പോയി. അങ്ങനെയാണ് അവർക്ക് മനസ്സിലായത് ദൈവത്തിൻ്റെ സമയമായി. അങ്ങനെ ജടയും താടിയും മുടിച്ചു, പിന്നെ മുക്കി പൊങ്ങി കയറി കയറി ഇങ്ങനെ സ്ഥാനപ്പെട്ട് 80 ശേഷം സ്ഥാനപ്പെട്ട് കർത്താവിനെ സാക്ഷിയായി. എൻ്റെ ആ ചുരുങ്ങിയ ടെസ്റ്റ് പണി അതാ സ്തോത്രം. ഈ നിലയിൽ കർത്താവ് എന്നെ സഹായിച്ചു. ഇവിടെ പറഞ്ഞതുപോലെ നമുക്കെല്ലാവരും എല്ലാവരും ചിരിച്ച മുഖമാകാം ആഗ്രഹം. കാരണം 25 പേശി 250 പേശികൾ അടങ്ങിയതാണ് മുഖത്തിലെ പേശി. ഇത് ചലിച്ചെങ്കിൽ മാത്രമേ ചിരിക്കാൻ പറ്റും. നല്ല എക്സസൈസാണ്. പക്ഷേ ഹൃദയം ശരിയായില്ലെങ്കിൽ ചിരിക്കുന്നത് എപ്പോഴും ശരിയുണ്ട്. എന്താ പറയുക, പ്രോട്ടോകോസ് എല്ലായിടത്തും ഈ ചിരിച്ചുള്ള മുഖം എനിക്ക് വലിയ ഇഷ്ടം. ഞാൻ എപ്പോഴും ഗൗരവമായിട്ടായിരിക്കും. ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് മുഖം കാണിക്കും. ചിരിച്ച എല്ലാവർക്കും ഇഷ്ടമാണ്. അത് വശീകരണമാണ്. വശീകരിക്കപ്പെട്ടു പോകുന്നു പലരും. സത്യമായിട്ട് നിന്നാൽ മതി. കർത്താവെല്ലാം വൈകിക്കുന്നു. ഒരു വാക്യം വായിച്ച് മുമ്പോട്ട് പോകാൻ അനുവദിച്ചു. ഇന്ന് ഞാൻ എൻ്റെ കയ്യിലൊരു പ്രോജക്റ്റ് ഉണ്ട്. കേട്ടാൽ കൊള്ളാം, കേട്ടില്ലേ കൊള്ളാം. കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയുന്ന വാക്ക്. ഞാൻ പറഞ്ഞിരിക്കുന്നതൊന്നും ആരെയും പ്രസാദിപ്പിക്കാനല്ല. എൻ്റെ അനുഭവം കൊണ്ട് ഇടപെട്ടുകൊണ്ട് ഞാൻ അത് കുറിച്ച് വെച്ചിരിക്കുക. ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാം വാക്യം. പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലായിരുന്നു. ദൈവഭക്തനായിരുന്നവന്റെ ഇഷ്ടം ചെയ്യുന്നവരുടെ പ്രാർത്ഥന കേൾക്കുന്നു. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയോട് പഴക്കമുള്ള ഈ അഗ്നിയുടെ പ്രമാണത്തിൻ്റെ ചുരുളഴിച്ച് ഞങ്ങൾക്ക് ഇത് പറവാനും കേൾപ്പാനും തോന്നലുകൾ അന്ന് മാത്രം മഹത്വം കൊടുക്കും. യേശുവിന്റെ നാമത്തിൽ അതെ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇഷ്ടത്തെക്കുറിച്ച് മാത്രമാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു പൊട്ടക്കണ്ണൻ കാഴ്ച കിട്ടി. അപ്പോൾ അന്നത്തെ അവിടുത്തെ പൗരോഹിത്യ പാണ്ഡിത്യ കഴിവുള്ളവരെല്ലാം അവരെ ചോദ്യം ചെയ്യുകയാണ്. യഥാർത്ഥ കണ്ണ് തുറന്നവർ ഇവർ പൊട്ടന്മാരായി മാറി അവനെ ചോദ്യം ചെയ്യുക. അവർക്കെതിരായി ശബ്ദം ഉയർത്തിക്കൊണ്ട് വളരെ ശക്തമായ ഒരു പ്രബോധനമാണ് ഈ പൊട്ടക്കണ്ണൻ ചെയ്യുന്നത്. ദൈവക്രിസ്തു അവരുടെ നേരെ വെല്ലുവിളിച്ചുകൊണ്ട് തുറന്നടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ആ നിലയിൽ ശക്തമായി പറയുവാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടവനാണ്, ദൈവത്തെ അറിഞ്ഞവനാണ്. അങ്ങനെയെങ്കിൽ ലേവ്യ 5:1 എന്താ പറയുന്നത്? ലേവ്യ 5:1 ലേവ്യ ആദ്യം എന്താ പറഞ്ഞത്? ഒരുത്തന് മാത്രമല്ല, ഒരുത്തിൻ കൂടിയുള്ളതായത്. ദൈവ ശബ്ദം കേട്ടതിന് ശേഷം, ഒരു ദൈവിക വെളിപ്പാട് കണ്ടതിന് ശേഷം, ദൈവിക ദർശനം കണ്ടതിന് ശേഷം, ദൈവത്തിന് സ്തോത്രം. നിനക്ക് അടയിൽ പറ്റത്തില്ല. ദൈവ ശബ്ദം നീ കേട്ടെങ്കിൽ, കണ്ടെങ്കിൽ, നീ രുചിച്ചറിഞ്ഞെങ്കിൽ ദൈവത്തിന്റെ മഹത്വത്തിനും കൂടെ വെളിപ്പെടും. നീ ആള് മാറും, ഷേപ്പ് മാറും, നിറം മാറും, സംസാരത്തിന്റെ രീതിയിലെ മാറും. എല്ലാം മറന്ന് ശക്തമായി പാണ്ഡിത്യ പൗരോഹിത്യത്തിന് നേരെ വെല്ലുവിളിച്ചുകൊണ്ട് അവന്റെ ആദ്യത്തെ പ്രബോധനമാണ് ദൈവത്തിന്റെ സ്തോത്രം.
ഒത്തിരി പറയാനുണ്ടാകും. പിന്നെ എനിക്ക് ഇഷ്ടത്തെക്കുറിച്ചാണ് പറയും, ഞാൻ പുറകാലെ പറയും. യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാൻ സ്തോത്രം, 4 സുവിശേഷങ്ങൾ, 3 സുവിശേഷവും മർക്കോസ്, ലൂക്കോസ് ഗലീലയിലാണ് അത് പ്രസംഗം അതിന് എഴുതിയിരിക്കുന്നത്. അല്ല, യോഹന്നാനിൽ എഴുതിയിരിക്കുന്നത് സ്തോത്രം സ്തോത്രം യഹൂദ ഗോത്രത്തിൽ മാത്രം ദൈവത്തിന് സ്തോത്രം. അവർക്ക് വേണ്ടിയും ക്രിസ്ത്യാനികളായ നമുക്ക് ഏവർക്കും ഉള്ളതാണ്. ക്രിസ്ത്യാനികളായ നമുക്ക് ഏവർക്കും യഹൂദ ഗോത്രത്തിലുമാണ് യോഹന്നാൻ ശക്തമായി എഴുതിയിരിക്കുന്ന ദൈവനാമത്തിന് സ്തോത്രം. ലൂക്കോസ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യപുത്രനാണെന്നും യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് ദൈവപുത്രനാണ് ശക്തമായി വെളിപ്പെടുത്തി. ഇതിനകത്ത് 8 അത്ഭുതങ്ങളിൽ 6 ഇതിനകത്തുണ്ട്. യേശു ചെയ്ത വലിയ 8 അത്ഭുതങ്ങളിൽ 6 ഇതിനകത്ത്. കൂടാതെ ദൈവം തന്നെ സ്വന്തം വായാൽ കൽപ്പിച്ച 7 മർമ്മങ്ങളും. സൺഡേ ക്ലാസ് കുട്ടികളത് കേട്ടിട്ട് ടീച്ചർമാർ പരീക്ഷയുടെ കാണപ്പാട് എഴുതിക്കോളും. ഞാനത് പറയാൻ പോവുകയാണ്. അടുത്ത ടെസ്റ്റ് സമയം ചോദിക്കും. 7 സ്വന്തമായാൽ എൻ്റെ യേശു കർത്താവ് സ്വരാജ്യത്തിൻ്റെ അവൻ ദൈവിക മഹത്വത്തിൻ്റെ 7 മർമ്മങ്ങൾ നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഞാൻ നമ്മൾ എടുത്ത് വായിക്കുകയാണ്. സ്തോത്രം. 1-ാമത്തെ മർമ്മം ഇതാണ്. യോഹന്നാൻ 6:30 ഞാൻ ജീവന്റെ അപ്പമാണ്. എന്താണ്? ഞാൻ ജീവന്റെ അപ്പമാണ്. അറിയണം, ഓർത്തു വെക്കണം. അത് വളരെ ശക്തമായ രീതിയിൽ സാത്താനെ ഞെട്ടിക്കുന്ന, അവനെ അകറ്റുന്ന, അവന്റെ തന്ത്രത്തെ നിർവീര്യമാക്കുന്ന ഈ വചനം കേട്ട മാത്രമേ ഒളിച്ചുകൂടെ പുറകോട്ട് മാറും. അവൻ സ്തോത്രം. ഞാൻ ജീവന്റെ അപ്പമാണ്. 6:35 യോഹന്നാൻ. അടുത്ത യോഹന്നാൻ 8:12 ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. ആരും ഇരുളിൽ വസിക്കാതെ വണ്ണം വെളിച്ചത്തിൽ വസിക്കേണ്ടത് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. 3-ാമത്തേത് യോഹന്നാൻ 10:9 ഞാൻ വാതിലാകും. ദൈവത്തിൽ കർത്താവിലേക്ക് പോകുന്ന ഒറ്റ വാതിലേ ഉള്ളൂ. അത് ക്രിസ്തു എന്ന ഏക വാതിൽ. അത് 3-ാമത്തെ ദൈവത്തിന് ഇഷ്ടം. 4-ാമത്തേത് ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നവർ. യോഹന്നാൻ 10:11 യോഹന്നാൻ 10:11 ജീവനെ, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കും ദൈവത്തിന് ഇഷ്ടം. നമുക്ക് വേണ്ടി വീണ്ടും വീണ്ടും പകരുവാൻ അവൻ ശക്തനാണ്. തളർന്ന് ക്ഷീണിച്ച് വശംബദരായി ലോകത്തിന്റെ ഭ്രമത്തിൽപ്പെട്ട് കിടന്ന് വീണ്ടും ജീവൻ പകർന്ന് നിലയ്ക്ക് നിർത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ അവൻ ജീവനുള്ള ദൈവമാണ്. അവൻ ജീവന്റെ ഉറവിടമാണ്. പിന്നെ 5-ാമത്തെ കണ്ട് ഞാൻ പുനരുത്ഥാനം ജീവനുമാകും. പുനരുത്ഥാനവും ജീവനും. യോഹന്നാൻ 15:25 ദൈവത്തിന് ഇഷ്ടം. അപ്പൊ തന്നെ യോഹന്നാൻ 20 അവൻ 17-31 വരെ പുനരുത്ഥാന ശക്തിയാൽ ആമേൻ സ്തോത്രം ദൈവം ഇറങ്ങി വന്നു. തന്റെ ശിഷ്യന്മാർക്ക് വിശേഷിച്ച് സഹോദരിയാകുന്ന മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട്. ഉടനെ വന്ന ശിഷ്യന്മാർ കിട്ടിയില്ല, ആ സഹോദരിക്ക് പ്രത്യക്ഷപ്പെട്ട് അവളെയാണ് ആദ്യം ലൗകിക ദൈവദൃഷ്ടം കൂടെ ഏൽപ്പിക്കുന്നത്. സഹോദരിമാരെ കാര്യം വളരെ രഹസ്യമായിട്ട് എന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിൽ അല്ലാതെ പാകിസ്ഥാനിൽ എത്തിക്കണമെങ്കിൽ അവർക്ക് പറഞ്ഞാൽ ഇത് ആർക്കും പറയലേ എന്ന് പറഞ്ഞേൽപ്പിക്കും. മണിക്കൂറൊക്കെ അവരൊക്കെ പാകിസ്ഥാനിൽ ഇതറിയാം. അതുകൊണ്ട് അവളെയാണ് സുവിശേഷത്തിന്റെ ഔദ്യം ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഏൽപ്പിച്ചത് വിട്ടുമാറരുത്, മുറുകെ പിടിച്ചോണം. ദൈവം പുറകിലുണ്ട്, എന്നെ ശക്തിപ്പെടുത്തും. ദൈവം ഒരു മഹാവീരനെ പോലെ നിന്നോട് കൂടി ബലഹീനായിട്ടല്ല, മഹാബലവാനായിട്ടല്ല, ബലഹീന സ്ത്രീത്വം വൃത്തികളഞ്ഞ് പുരുഷത്വം ഏറ്റെടുത്തുകൊണ്ട് യേശുവിനെ കണ്ടിട്ട് കേട്ടിട്ട് അറിഞ്ഞിട്ട് അതിനെ ഘോഷിപ്പാൻ നീ തയ്യാറാകുന്നുണ്ടെങ്കിൽ നിന്റെ നാവിന്റെ തുമ്പിൽ ദൈവത്തെ കൊടുക്കും. പേടിക്കരുത്. ദൈവം ഒരു മഹാവീരനെ പോലെ നിന്നോട് കൂടെ. ദൈവത്തിന് സ്തോത്രം. അടുത്തത് സ്തോത്രം യോഹന്നാൻ 6:14 പറഞ്ഞിരിക്കുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. നിത്യദൈവമാകുന്ന ഈ കർത്താവ് സ്തോത്രം പറയുന്നു ഞാൻ തന്നെ, മറ്റൊരുത്തൻ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ദൈവത്തിന് സ്തോത്രം. അടുത്തത് സ്തോത്രം സ്തോത്രം 15 ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയാകും. ഈ 7 മർമ്മങ്ങൾ വളരെ ശക്തമായ പുസ്തകത്തിലുണ്ട്. എടുത്ത് ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം അതെല്ലാവരും കൈ ഉണ്ടായിരിക്കണം. ഇത് പറയാൻ പ്രാർത്ഥിച്ചാൽ മതി.
വളരെ ശക്തമായിരുന്നു. ശത്രുവൊക്കെ സാത്താൻ വിട്ടുമാറും. മഹാമർമ്മമാണ്, സ്വർഗത്തിന്റെ മർമ്മമാണ്. സാക്ഷാൽ യേശു കർത്താവ് ഘോഷിച്ചതാണ്. സ്വന്തമായാൽ ദൈവത്തിന് സ്തോത്രം. ഇത് ആമേൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ ദിവസത്തെ ശുശ്രൂഷയാണ് അധ്യായം 13 മുതൽ 19 വരെ. ഒരൊറ്റ ദിവസത്തെയാണ്, ഒറ്റ ദിവസത്തെ പരിപാടിയാണ് 13 മുതൽ 19 വരെ. കാരണം 3 പെസഹ തീരുന്ന 3 പെസഹ 3 വർഷത്തോളം കർത്താവ് ഇത് ചേർന്ന് വന്നതാണ്. 3ാമത്തെ പെസഹയിലാണ് അവിടെ ആരംഭിക്കുന്നത്. കർത്തമേശയോടുകൂടി ആരംഭിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവിടെ പറയുന്നു, അവസാനം കർത്താവിനെ കല്ലറയിൽ വെച്ചു എന്ന് വരെ ക്രൂശീകരണം കഴിഞ്ഞ് അത് ഈ 19 അവസാനിക്കാം. ഒറ്റ ദിവസത്തെ ശുശ്രൂഷയാണ് ഇക്കാര്യം ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അറിയാം, ഈ സുവിശേഷങ്ങളിലൊക്കെ മത്തായി, മർക്കോസ്, ലൂക്കോസ് ഒക്കെ കാണുന്നത് ഈ കയ്പ് കലർന്ന വീഞ്ഞു കൊടുക്കുന്നതാണ്. കർത്താവ് അത് കുടിച്ചില്ല. കർത്താവ് കുടിച്ചില്ല. കയ്പ് കലർന്ന കടി കുടിപ്പാൻ കർത്താവ് ഇഷ്ടപ്പെട്ടില്ല. അത്ര വലിയ കയ്പാണ്. എന്നാൽ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ഒരു വീഞ്ഞ്, അതായത് പട്ടാളക്കാര് അവരുടെ പക്കൽ കൈവശം വയ്ക്കാറുണ്ട്. ഈ ക്ഷീണം വരുമ്പോൾ കുടിക്കുക, ചൂട് വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ അല്പം കുടിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇത് ഒരു പട്ടാളക്കാർ ദയ തോന്നി. അങ്ങനെ എൻ്റെ കർത്താവ്, നമ്മുടെ കർത്താവിൻ്റെ വേദന കണ്ടിട്ട് വീഞ്ഞു കൊടുത്തപ്പോഴാണ് കർത്താവ് ദാഹത്തോട് ക്ഷീണത്തിലാണ് കുടിച്ചു. നോക്കണം എത്ര വലിയ ദയാണ് ആ പട്ടാളക്കാരനെ കാണിച്ചത്. ദൈവം ഒരു കാര്യം നമ്മളെ കൈവിടത്തിൽ പാപികളോടുകൂടെ മരിച്ചെങ്കിൽ സമ്പന്നന്മാരോടുകൂടെ നടക്കും. എല്ലാം മനോഹരമായിട്ട് ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവിന്റെ ദൗത്യത്തിൽ കർത്താവ് കൈവിട്ടിട്ടില്ല. അവസാനം ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ആരെങ്കിലും മടയന്മാരുണ്ടോ? മടയന്മാരുണ്ട്. ലക്ഷങ്ങൾ ബാങ്കിലെ അടച്ച് തീർത്തതിന് ശേഷം വീണ്ടും അടയ്ക്കാനായിട്ട് പോകുമോ? ഉണ്ടവിടെ ലക്ഷങ്ങളുണ്ട് കടം. ബാങ്കിൽ അടച്ചു തീർത്തു കഴിഞ്ഞു പിന്നെ ആരെങ്കിലും അടയ്ക്കാൻ പോകും? ചേട്ടൻ ശ്രമിക്കുന്നത് പോയ പൈപ്പോള് ചിന്തിക്കുന്നുള്ളതുകൊണ്ടല്ലോ. അത് തന്നെയാണ് ഗ്രീക്കിൽ പറഞ്ഞ കർത്താവ് നമ്മുടെ അവസാന പാപം വരെ എല്ലാം 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 നിവൃത്തിയാക്കപ്പെട്ടു. ഒരു പാവം ശേഷിച്ചിട്ടില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം വേണം. ഇതിനെന്തിനാ വായിക്കട്ടെ, എബ്രായ 6:1-2 വായിച്ചു. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലേക്കുള്ള വിശ്വാസം, ജ്ഞാനങ്ങളെക്കുറിച്ച് ഉപദേശം, കൈവെപ്പ്, പുനരുത്ഥാനം എന്നീ പിന്നെയും ഇടാതെ ഇവിടെ പറയുകയാണ് ദൈവത്തിന് സമയം നഷ്ടപ്പെടുത്താൻ. കർത്താവിന്റെ വരവ് ഏശനമായിരിക്കുമ്പോൾ മറ്റൊരുത്തരം നന്നാക്കാൻ നീ അടങ്ങും. ആള് ശരിയല്ല, പാപം ചെയ്തു, നീ ഏത് ശാനാൻ പറ്റും, ഇതൊക്കെ പറഞ്ഞ് സമയം കളയാം. നിനക്ക് അകത്തൊരു ആത്മാവ് തന്നിട്ടുണ്ട്. ഒന്നാന്തരം സൂപ്പർ ഡിറ്റർജന്റ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ലോകത്ത്. എന്തെല്ലാം അഴുക്കി കളയുന്ന ഡിറ്റർജന്റ് ഉണ്ട്. എന്ന ശുദ്ധ വസ്ത്രത്തെ കറകൾ അഴിക്കൽ മാറ്റിയെടുക്കുന്ന ഡിറ്റർജന്റ് ഇവിടെ ഇതാ ബൈബിളിലുണ്ട്. ഇത് യേശുവിന്റെ നാമം, യേശുവിന്റെ രക്തം, പരിശുദ്ധാത്മാവ് ഇത്ര പരിശുദ്ധമായി തന്നിരിക്കെ നീ അത് ഏറ്റെടുത്തുകൊണ്ട് ഒന്ന് സ്തോത്രം ചെയ്ത് തയ്യാറാകുന്നതിന് പകരം നാട്ടുകാരെ ഉണ്ടാക്കാൻ, മറ്റുള്ളവർ ഉണ്ടാക്കാൻ നിന്നാൽ ദൈവം വ്യവസ്ഥ വയ്ക്കില്ല. സമയം തള്ളിക്കളയുകയാണ്. ഞാൻ പാപിയാണ്, പുഴുവാണ്, കൃമിയാണ്. എന്തിനാ സമയം കളയുന്നത്? ആ സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ആത്മാക്കൾക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ചുറ്റുപാടിന് വേണ്ടി പ്രാർത്ഥിക്കും. സമയം തള്ളി ഞാൻ പാപിയാണ് എന്നും പറഞ്ഞിരുന്ന് സമയം കളയാം. അങ്ങനെ പറയുക, എന്തിനും നിന്റെ പാപം ക്ഷമിച്ചിരിക്കേ. യേശുവിന്റെ രക്തമുണ്ട്, യേശുവിന്റെ നാമമുണ്ട്, വചനമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ആകെ പറഞ്ഞ് ഒരു നിമിഷം കൊണ്ട് ശുദ്ധീകരിച്ചാൽ മതി. പൂർണ്ണ തലയും എല്ലാം കൂടെ കഴുകിയിട്ടാണ് പൂർണ്ണമായിരിക്കുന്നത്. കൈകഴിയപ്പോലെ സമയം നഷ്ടപ്പെടുത്താതെ കർത്താവിന് വേണ്ടി നിവർന്നു നിൽക്കേണ്ടതിന് സ്തോത്രം. നിന്റെ പാപം ക്ഷമിച്ചിരിക്കെ, പാപങ്ങൾ പൂർണ്ണമായി തുടച്ചു മാറ്റിയിരിക്കെ
ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞു, താവേ തങ്കച്ചോരയാകും നാമത്തിൽ എന്നെ ശുദ്ധീകരിക്കുന്നു. തീർന്നു. നീ പ്രാർത്ഥിച്ച് ആത്മാക്കൾക്ക് വേണ്ടി, ചുറ്റുപാടുകൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, കൺവെൻഷന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, വരാനുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ദൈവികതയ്ക്ക് വേണ്ടി മനസ്സോടെ പ്രാർത്ഥിപ്പാൻ പകൽക്കാലം ഓർമ്മിച്ചു. ഒരുക്കപ്പെട്ടവർക്ക് വേണ്ടി പരിശോധന. യാക്കോബുലേഖനം 1:3. യാക്കോബുലേഖനം 1:3. ജെയിംസ് 1:3. ശ്രദ്ധിക്കണമേ, പരിശോധന. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം പരിശോധന വരുന്നത് പ്രതികൂലങ്ങളെ തരണം ചെയ്യാൻ. കഴിഞ്ഞ ദിവസം സാക്ഷ്യം ഞാൻ കേട്ടു. ഒരു ഭർത്താവിന്റെ കീറാറുണ്ടാവും, വർഷങ്ങളായി സംസാരിക്കുന്നില്ല. അപ്പൊ ആ സഹോദരൻ നേഴ്സാണ്. ആകെ ആ വീണ്ട വരുമാനം കൊണ്ട് അവിടെ അടക്കും. തിളച്ച കഞ്ഞിക്കല തിളച്ച മറിയുക, എടുത്ത കൂട്ടം കുഞ്ഞുണ്ടായിട്ട് മാറാൻ പറഞ്ഞു. എന്തോ പാകത്തെ കുഞ്ഞിനെ വീടില്ല, തന്റെ ശരീരം വയറും തരോട്ടം വീണു പൊള്ളി. അലറിക്കൊണ്ട് ഇരുന്നപ്പോൾ ഇതുവരെ സംസാരിക്കാത്ത പുരുഷൻ ഓടി വന്നു സഹായിച്ചു. സഹോദരിക്ക് പൊള്ളിന്ന് വെച്ചില്ല, കാല് കുറച്ച് പൊള്ളി. പരിശോധന തരുന്നത് നിന്നെ ബലപ്പെടുത്താനാണ്. പ്രതിസന്ധി വരുന്നത്, കടബാധ്യത, രോഗം, പ്രശ്നങ്ങൾ, നിന്റെ കൂട്ടാളിനെ തിരസ്കരിക്കുന്നത്, അല്ലെങ്കിൽ നീ പുച്ഛിക്കപ്പെടുന്നത്, എല്ലാവരും വിദ്യാസമ്പന്നനല്ല, അല്ലെങ്കിൽ പണമില്ല, ജോലിയില്ല, എന്റെ വീട് വളരെ കുശിരി പോലെ ഇരിക്കുന്നത് ചിന്തിച്ച് നീ വളരെ നിർവിചാരിയായി നിന്നെ തന്നെ വിധിക്കപ്പെടുന്നുണ്ടെങ്കിൽ, സഭാപക്ഷേ പൊതുവിൽ ഓഫീസിൽ ജോലി ചെയ്യുന്നിടത്ത് നീ തള്ളപ്പെടുന്നു, പ്രൊമോഷൻ തരാതെ, ശമ്പളം ശരിക്ക് തരാതെ എന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ പരിശോധന കടത്തി വിടുക. ഒരകല്ല് നമുക്കറിയാം, ഇവിടെ മാർക്കറ്റിസം പഠിച്ചവരില്ലേ, കുട്ടികളുണ്ടല്ലോ ഇവിടെ. പച്ചിരുമ്പിനെ മാർക്കറ്റ് ആക്കുന്ന ശിശു അറിയാമല്ലോ. പച്ചിരുമ്പിനെ അയൺ ബാർ ആൻഡ് മാർക്കറ്റ് ബാർ ഒരേ ആവർത്തി ഇങ്ങനെ ഒരച്ചൊരച്ചൊരച്ച് വന്നു കഴിഞ്ഞാൽ ഒരേ ആവർത്തി കഴിഞ്ഞാൽ പിന്നെ ഈ കാന്തത്തിന്റെ ആവശ്യമല്ലേ, പച്ചിരുമ്പ് കാന്തമായി മാറി. ഇതേ രീതിയിൽ പരിശോധനയിൽ നമ്മളെ ശക്തിപ്പെടുത്തുവാൻ സഹോദരിക്ക് വന്ന വർഷങ്ങളായുള്ള ഈ പ്രശ്നം ഭർത്താവ് എന്നോട് സംസാരിക്കുന്നതുകൊണ്ട് അത്ര വേദനിപ്പിക്കപ്പെട്ട് ഭാരപ്പെട്ട് ഇരിക്കുന്ന സന്ദർഭത്തിൽ ദൈവത്തിന് സ്തോത്രം, നീ ഉരകളിൽ നീ മാറ്റാകുന്ന നീ ദൈവ കർത്താവ് നിന്നെ ഉരച്ചു പരിശോധനകളിൽ നിന്നെ ബലപ്പെടുത്തി ഉറപ്പിച്ച് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവഘോഷിച്ച് പ്രാർത്ഥിച്ചു കളയരുത്. പ്രശ്നം വരുമ്പോൾ പഴി വെട്ടിപ്പൊത്താൻ എടുത്ത് ചാടാനോ ഇങ്ങനെ വന്നത് എതിരായി പോയി വീട്ടിൽ വന്നു. എന്ത് പറയാൻ നിന്ന് സമയമില്ല. ഞാൻ സ്വോത്രം ചെയ്ത് പിടിക്കാൻ മതി. സമയത്ത് പ്രാർത്ഥി, നീ ശക്തിപ്പെടണമെന്നുണ്ട്. അല്ലെങ്കിൽ കോതയ്ക്ക് വായി വരുന്നതെല്ലാം പാഠം പറഞ്ഞ പോലെ ദൈവം നോക്കാൻ പോകുന്നില്ല. നീ സൗമ്യയായി ശാന്തനായി പ്രതികൂലങ്ങളെ സഹിച്ച് തയ്യാറാവോടുകൂടി കർത്താവിനെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ നീ നാൾക്ക് നാൾ ബലപ്പെടും. ശൗൽ എന്താ മോശമായിരുന്നു, ഇല്ലാതെ വീറില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ആ സന്ദർശനം കിട്ടിയതിനു ശേഷം അവരെന്ത് ചെയ്യുന്നു? ശിഷ്യനോട് കുറെ നാൾ പ്രാർത്ഥിക്കാനും സ്തുതിക്കാനും ആരാധിക്കാനും ഒക്കെ പഠിച്ചു. അവിടെ കാണും മേൽക്കുകയും യഹൂദന്മാരുടെ വായ അടപ്പിച്ച് ശക്തിയുള്ളവനാക്കി തീർന്നു. എനിക്ക് ആത്മശക്തി വേണമോ? ഉൾക്കാഴ്ച ലഭിക്കണമോ? ലക്ഷ്യത്തിലേക്ക് കുതിക്കണമെങ്കിൽ ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ശാന്തനും സൗമ്യനുമായി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയിരിക്കണം. അത് മാത്രം പോരാ. ഇവിടെ പറഞ്ഞ പോലെ ഉരശല് ക്ലിയറാകണം. പരിശോധനയിൽ തരണം ചെയ്യുവാൻ യേശു കർത്താവ് കാൽവരി തകർക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവിന് അറിയാം. അവൻ ഗത്സമനയില് നിലവിളിച്ച് വിയർപ്പ് പോലെ രക്തം നിലച്ച പൊടിച്ച് എത്ര ശോധനയിലൂടെ കിടന്നു. കാരണം നേരിടുന്ന ഭയങ്കര പ്രശ്നമാണ്. അവനെ തല്ലുക, ഒന്ന് കുറെ 40 അടി സഹിക്കാൻ വയ്യാതെ ഇതൊക്കെ സഹിക്കേണ്ടതിന് ശക്തി വേണം. ഭൂതം ഇറങ്ങി ശക്തിപ്പെടുത്തുന്ന പറഞ്ഞിരിക്കും ദൈവത്തിന് സ്തോത്രം. നീയും പ്രാർത്ഥിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ശത്രുക്കളുടെ മുമ്പിൽ ആ ദേശത്ത് എന്നെ ഞാൻ ദർശനം പോലെ കാണാം. എന്നെ പിടിച്ച് ഭൂതം കുറെ പേര് പിടിച്ചെന്നെ കഴുത്തറക്കും.
എല്ലാ വേദന എടുക്കുന്നുണ്ട്. ഞാൻ കർത്താവിനെ അങ്ങ് ദൈവത്തെ ഞാൻ ഓർമ്മ വരുമ്പോൾ വേദനയിൽ എന്തോ ചൊരയ്ക്കുന്നവരൊന്ന് എന്റെ കയ്യെടുത്ത് വെട്ടി മാറ്റുക, ചൊരച്ചൊരി വാള് വെച്ച് ചൊരച്ചൊരച്ച് മുറിച്ചു മാറ്റുക. പക്ഷെ എന്റെ കർത്താവിനെ ഞാൻ ദൈവത്തെ ഓർത്തത് കൊണ്ട് വേദന എനിക്ക് അനുഭവിക്കാനേ പറ്റി. അതുകൊണ്ട് യേശു കർത്താവ് ഓ ആത്മശക്തിയുടെ ആ സംഭാരം, ആത്മാവിന്റെ ആഴം, ദൈവശക്തി പ്രാപിച്ചെടുത്ത യേശു കർത്താവിന് അതൊക്കെ അവർ ആക്രമിച്ചെങ്കിലും വേദനിപ്പിച്ചെങ്കിലും പിച്ച് കീറിയെങ്കിലും ബലമുണ്ടായി. ഹലോ, എല്ലാവരും ഉണ്ടോ ഇവിടെ? സഹിക്കാൻ പ്രതികൂലങ്ങളെ സഹിക്കണമെന്നുണ്ടെങ്കിൽ ശക്തി വേണം, സഹിഷ്ണുത വേണം. ഞാനിപ്പോൾ പറഞ്ഞത് തുണിയും മണിയും ഇവട്ടി പോകാനാണ്. അവിടെ അടിക്കട്ടെ, ഒഴിക്കട്ടെ, ദൈവം നിന്നെ ബലപ്പെടുത്തണമെന്ന് ഈ പരിശോധനയിൽ ചേർന്നിരിക്കും. നിന്റെ മക്കൾക്ക് അനുഗ്രഹം വരണമെന്നുണ്ട്, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് വ്യതിയാനമാണെന്നുണ്ടെങ്കിൽ ഓ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യണമെന്ന് നയിക്കപ്പെടണമെന്ന് 1 യോഹന്നാൻ 3-ാം അധ്യായം 27-ാം വാക്യം വായിച്ചു. 1:27. 1:27. വായിക്കാം. 2:20. ഇന്നോട് വായിച്ചു. നിന്റെ മകളെ എവിടെ കെട്ടിക്കണം, എന്തോ പഠിപ്പിക്കണം, എവിടെ വയ്ക്കണം, എവിടെ അയക്കണം, പരിശുദ്ധാത്മകളെ ഗൈഡ് ചെയ്യും. അതല്ല റോൾഡ്, എനിക്കൊരു സീതനം വേണം, റോൾഡ് റോയ്സ് കാറും വേണം, അത് നിറച്ച് ഭൂതവും വേണം. ഭൂതം വേണം കുറെ എന്ന് പറയാൻ സഹിതത്തിന് വേണ്ടി ആഗ്രഹിക്കരുത്. ദൈവമൊരുക്കിയാൽ അത് ശ്രേഷ്ഠമായി. പരിശുദ്ധാത്മ നയിക്കപ്പെട്ടാൽ എവിടെ പഠിക്കണം, എന്താ പഠിക്കണം? ദൈവം നമ്മളെ നയിച്ചിട്ടു. കള്ളമുറകളും നിനക്ക് ശരീര ആരോഗ്യത്തിൽ ഒക്കെ പുഷ്ടി വരുത്തുന്ന, രോഗങ്ങൾ വിട്ടുമാറുന്ന, പൈശാചികളെ നിർവീര്യമാക്കുന്ന ആത്മശക്തി സംഭരിക്കുവാൻ നിനക്ക് പ്രകാരമുള്ള പരിശോധനയിൽ കീഴ്പ്പെട്ടിരിക്കണം. വിജയിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. എബ്രായ 10:32, 33, 34 വായിച്ചാൽ ശ്രദ്ധിക്കണം. ദൈവീയ സ്പർശനം കിട്ടിയതിനു ശേഷം, പ്രകാശനം ലഭിച്ച ശേഷം പിന്നെ പൂമാലയെ കൂട്ടുന്നതല്ല, നിന്ദകളാണ്. അതിന്റെ അർത്ഥം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ദൈവം അകത്ത് വന്നു കഴിഞ്ഞു, ദൈവം നിന്നോട് കൂടെയുണ്ട്. അപ്പോ അത് സിമ്പിൾ ഇതാണ്, നിന്ദിക്കപ്പെടും. കൂടെ പഠിക്കുന്നവർ ചേർന്ന് അല്ലെങ്കിൽ ആയിരിക്കുന്ന മണ്ഡലത്തിൽ നിന്ദിക്കപ്പെടും. കാരണം അവിടെ നീ മനസ്സിലാക്കണം, എന്റെ കർത്താവിന്റെ ഉള്ളത്തിൽ ബലവാനായ ദൈവത്തിന്റെ ഉള്ളത്തിൽ എന്നെ സഹായിക്കണമെന്നുള്ള കൂടെ അവനെ ശക്തിപ്പെടുത്തും, നടക്കും. നിന്ന് കഴിഞ്ഞെടുത്തത് പീഡനം ഇത് കിട്ടും, എല്ലാം കിട്ടും, ഒക്കെ വരും. അവിടെ നീ പെട്ടെന്ന് മാറും. എനിക്കുള്ളതാണ്. കാരണം നിന്നെ എനിക്ക് പടിപടിയാൽ ഉയർത്തണം, ശക്തിപ്പെടുത്തണം. എന്റെ മഹത്വം അറിയുക പർപ്പസിന് വേണ്ടി ഞാൻ നിന്നെ കണ്ടിരിക്കുന്നുണ്ട്. അതും വരും. മേൽക്കുമേൽ ശക്തി പ്രാപിക്കുന്നത് ആവശ്യമുള്ളത് വാൽപോസ്റ്റ് വരെ വരും. ചിലപ്പോൾ കുട്ടൂസിന് വരാം. നിന്റെ പരസ്യബലമാണ്, നിന്റെ വ്യക്തിത്വ ചോദ്യം നിലയിൽ ഒക്കെ വരാം. പക്ഷേ അടുത്തത് ശ്രദ്ധിക്കും. ഇവിടെയാണ് വിഷയം. അപ്പൊ ഇവിടെ ഇതെല്ലാം വരുന്നതിന്റെ ഉദ്ദേശം ബെസ്റ്റ് ട്രെയിനിങ് ആണ്. ആലോകം അനുഭവിക്കുന്നവർക്ക് അവരെ താങ്ങുവാൻ, തലോടുവാൻ, ആശ്വസിപ്പിക്കുവാൻ, ദൈവത്തിനുമായി ഈ വിഷയം നീ ഏറ്റെടുത്ത് മനസ്സിലാക്കിയാൽ ഒരു കാലത്ത് ശക്തമായ പ്രയോജനമാകും. ഇന്നത്തെ കാലത്ത് പ്രതികൂലം വരുമ്പോഴൊക്കെ അടച്ച് ചില കുട്ടികളായ മക്കളൊക്കെ ഉണ്ട്, പലരും ഉണ്ടാകും. ഇങ്ങോട്ട് വരാൻ പറയണമെങ്കിൽ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വേണം പറയാൻ. ഇങ്ങനെയുള്ള പാർട്ടികളുണ്ട് കുടുംബത്തിനകത്തും പുറത്തും സഭയ്ക്കകത്തും. മൊബൈൽ ഫോൺ ഓൺ ചെയ്യരുത്, സീരിയൽ കാണരുത്, ചാറ്റിംഗ് നിർത്ത്, അതേ ചെയ്യരുത്. അതുകൊണ്ട് ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം കേൾക്കുന്ന പോലെ അരിക്കൊമ്പനെ വെടിവെച്ചിട്ട് മയക്കിട്ട് വേണം. ഇതുപോലെയാ
പലപ്പോഴും ചെയ്യുന്ന അരിക്കൊമ്പനെ വെടിവെച്ച് മയക്കുവെടി വെച്ചിട്ട് വേണം കൂടെ കൊണ്ടു നടക്കാൻ, സഭയിൽ വരുത്തുവാൻ, നിയന്ത്രിപ്പാൻ. ഈ മയക്കുവെടി ഇല്ലാത്ത ചെയ്യേണ്ട കാര്യം ഞാൻ പറയുന്നത്. ദേവദാസന്മാരൊക്കെ അങ്ങനെ പറയേണ്ടി വരും. മയക്കുവെടി വെച്ചിട്ടുണ്ട് വീറാമുട്ടന്മാരെ, അച്ചായന്മാരെ, അമ്മമാരെ മയക്കുവെടി വെച്ച് അത് കൊണ്ടു നടക്കാൻ പറ്റും. ഏതായാലും പരിശുദ്ധാത്മാവ് കറക്റ്റ് ലൈനിൽ കൊണ്ടുവരും. ദൈവത്തേക്ക് പ്രമാണിച്ച് അവന്റെ വ്യവസ്ഥ പ്രകാരം മുമ്പോട്ട് പോയാൽ മതി. നാമത്തിൽ വിശ്വാസം. ആമേൻ. നമ്മളൊരു പവർ ജനറേറ്റ് ചെയ്യണം. നമ്മുടെ ഉള്ളത്തിൽ പവർ വരണം. ഇതൊക്കെ അർത്ഥം നമ്മളെ ഈ പച്ചിരിപ്പിനെ കാന്തമാക്കുന്നത് പോലെ നമ്മളെ ആക്കുന്നതിന് ഉദ്ദേശം എഫേഷ്യൻ 2:10. എഫേഷ്യൻ 2:10. ഏത് ടെൻസിലാണ്? ഏത് ടെൻസാണ്? ഭൂതകാലോ വർത്തമാനകാലോ ഭാവികാലോ? ഭൂതകാലോ കൊള്ളാം, പറ്റിയ പരിപാടി. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസാണ്. നിർത്തേണ്ട കാര്യമല്ല. കർത്താവ് വരുന്നവരെ ചെയ്തുകൊണ്ടിരിക്കാനുള്ള ആത്മശക്തി സംഭരണിയായി നീ നിലനിൽക്കുക. ക്രിസ്തുവിന് സമാനമായി, ക്രിസ്തുവിനെ പോലെ നീ വായിത്തീരുവാൻ ആത്മസ്ഥിതി നിനക്ക് ആവശ്യമാണ്. ഇന്നലെ ദിവസങ്ങളിൽ ശക്തി പ്രാപിച്ചവരായി കർത്താവിന് നിവർന്നിൽപ്പാൻ ഈ ശക്തി നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള ആമേസ്തോത്രയില് നാം ലഭിച്ച സമ്മർദ്ദം നഷ്ടമാക്കി പുത്തൻ കത്തി വാങ്ങിക്കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ദുർപിടിക്കുന്നത് എന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൂർച്ച കൂടിക്കൊണ്ട് സുവിശേഷം പറയുവാൻ, പാട്ട് പാടുവാൻ, സാക്ഷ്യം പറയുവാൻ, പൊതുവിൽ പോയി ജനങ്ങളോട് യേശുവിനെ വെളിപ്പെടുത്തുവാൻ, ആമേസ്തോത്രം കൺവെൻഷനിൽ സാക്ഷിക്കുവാൻ, അല്ലെങ്കിൽ മറ്റ് പൊതു മീറ്റിങ്ങിലൊക്കെ പോയി കർത്താവിനെ സാക്ഷിച്ച് എന്റെ വാളിന് മൂർച്ചയുള്ളതാകണം. യേശുവിന്റെ നാമത്തിൽ പിശാചിനെ ശാസിക്കുവാൻ, ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന ഈ നിലയിൽ വാള് മൂർച്ചയുള്ളതാക്കുവാൻ നാം വളരെ അത്യന്താപേക്ഷിതമായി ഈ ദിവസങ്ങളിൽ നമ്മളെ കടപ്പെട്ടതാണ്. അതുകൊണ്ട് ആ നിലയിൽ മറ്റുള്ളവരെ സഹായിപ്പാൻ, താങ്ങുവാൻ, ആശ്വസിപ്പിക്കുവാൻ എന്റെ ആരോഗ്യം മാത്രം പോരാ, എന്റെ പണവും കൂടെ കൊടുക്കണം. എന്റെ വസ്ത്രമോ എന്തെല്ലാമോ അതിനുവേണ്ടി ചെലവിട്ടാലും കർത്താവിനാണ് അത് പറയപ്പെടും. വിളക്ക് കത്തിച്ച് പറയുമ്പോഴാണ് വയ്ക്കേണ്ടത്. അത് ഫിഷ് ഡെപ്പോസിറ്റാണ് വയ്ക്കേണ്ടത്. അതൊരു ഗുണമാണ്. ഇത് വിളക്ക് പ്രകാശമാണ്. എന്റെ പണം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിനക്കും മക്കൾക്കും ദൈവത്തിന്റെ എല്ലാത്തിനും വേണ്ടിയുള്ള ഏൽപ്പിച്ചിരിക്കും. നിന്നെ സ്വന്തം പറ്റത്തില്ല. പ്രയോജനപ്പെടുത്തുവാൻ, അശരണർക്ക് ആശ്വാസമാകുവാൻ, കുട്ടികളെ പഠിപ്പിക്കാൻ പൈസ ഇല്ല കൊടുക്കണം, വീട്ടുവാടകയില്ല കൊടുക്കണം, ഭക്ഷണത്തില്ല കൊടുക്കണം. വിളക്ക് കണ്ടെയ്ൻമെന്റ് തെളിയിക്കേണ്ടത് അനേകർ പ്രയോജനമാക്കുവാൻ, അനേകർക്ക് പ്രയോജനമാക്കി തീരേണ്ടത്. പ്രിയ സുഹൃത്തെ, നീ അത് ചെയ്യണം. കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. തീർച്ചയായിട്ടും 3:9 3:10 സദൃശവാക്യം 3:10 വായിച്ചു. അതിന് മുമ്പിലെ പോലുള്ളത് വായിക്കട്ടെ. എത്ര അത്? അത് വായിക്കണം. അന്യഭാഷ മാത്രം പോരാ, പാട്ടും പ്രസംഗവും പ്രവചനവും മാത്രം പോരാ. ഇതിന്റെ ധനം കൊണ്ടും ധനത്തിനും ആരാധിക്കാൻ സമയം കൊടുക്കണം. നമ്മൾ ആരാധന വരാറുണ്ട്. 500 200 റൂട്ടോടെ വെച്ച് പിന്നെ 200 100 50 കൊണ്ടുവരും. അത് അവർക്കും ആരാധിക്കാൻ ചാൻസ് കൊടുക്കണം. വിളക്കി കത്തി തണ്ടി നിലത്തിൽ വയ്ക്കേണ്ടത് അനേകർ പ്രേരണമാക്കുവാൻ, ദൈവരാജ്യത്തെ പ്രേരണമായി തീരുവാൻ. ഈ നോട്ടുകൾ ഫിഷ് ഡെപ്പോസിറ്റ് ഉറങ്ങിത്തുവാനല്ല, പ്രേരണപ്പെടുത്തണം, തണ്ടികൾ വയ്ക്കണം. ഞാൻ ചെയ്യാറില്ല, എന്റെ ഉണ്ടായിട്ട് ചെയ്യാം. പക്ഷെ നമ്മളെല്ലാം ശ്രദ്ധിക്കണം. എന്റെ വസ്ത്രം ഞാൻ കൊടുത്തിട്ടില്ല, കൊടുക്കണം. ഞാൻ തന്നെ സമ്മതിക്കും. മറ്റുള്ളവരെ സഹായിക്കാൻ. പ്രിയ സുഹൃത്തെ, നീ എണ്ണ ഉള്ളത് 2 വെള്ള സാരി ഉണ്ടെങ്കിൽ ഒരെണ്ണം കൊടുക്കണം. ഇല്ലാത്തോ ആരാധന ചെയ്യുമ്പോൾ സ്വതന്ത്രം പറഞ്ഞ് ഇട്ടാൽ മാത്രം പോരാ. പോകാൻ വേണ്ടി ജോലിയുണ്ടോ ചോദിക്കണം. എൻ്റെ കാര്യം കൂടെ കരുവാൻ കൂടാ അറിഞ്ഞിട്ടുണ്ടോ? പറയാൻ മനസ്സ് വേണം. ഇതെന്തുവാ കൃഷിക സ്നേഹം? സ്വതന്ത്രം വിളക്കി കത്തിച്ച് തന്റെ എല്ലാവർക്കും പ്രകാശിക്കും. നിന്റെ വാഹനം, നിന്റെ ആരോഗ്യം,
നിന്റെ വീട്ടിലെ മറ്റ് കാര്യങ്ങൾ എല്ലാം എല്ലാം അനേകം പ്രയോജനമായിരിക്കേണ്ടത് കർത്താവിൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് എന്നാണ് സ്തോത്രം. സുഹൃത്തെ, നീ ആരാണെന്ന് മനസ്സിലാക്കിയോ? യെരമ്യാവ് 4:19. യെരമ്യാവ് 4:19. പെട്ടെന്ന്. അയ്യോ എന്റെ ഉദരം. ഉദരം. ഇതാ പേടിക്കുന്ന വായിക്കാൻ. വായിച്ചോ. വല്ലപ്പോഴും എടുത്ത് വായിക്കട്ടെ. അതുകൊണ്ട് എന്റെ ദൈവമുള്ളത് കിടന്ന് പെടയ്ക്കുകയാണ്. എനിക്ക് സംസാരിപ്പാൻ, സുവിശേഷം പറയുവാൻ, പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവർ വേദന കണ്ടിട്ട് എനിക്ക് പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ള രോഗങ്ങൾക്ക് വേണ്ടി ഇടുവിക്കുവാൻ, ഇടുവിക്കുവാൻ, ദേവദാസന്മാരെ വേദന കണ്ട് പ്രാർത്ഥിക്കാൻ, കട്ടസഹിക്ക് ദേവദാസന്മാർക്ക് ദൈവങ്ങൾക്ക് വേണ്ടി ഒന്ന് മുടിക്കുകയാണ്. അടങ്ങിയിരിക്കരുത്. ഓടാൻ പറ്റുന്ന മുഴങ്ങാൻ മടക്കി പ്രാർത്ഥിക്കാൻ പറ്റും. അയ്യോ എനിക്ക് അടങ്ങിയിരുന്നുകൂടാ. ആ ഒരു സമർപ്പണം വരണം. യുദ്ധകാഹളം കണ്ട പോലെ എന്ന് ജ്വലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ, ബലഹീനരെ ആശ്വസിപ്പിക്കുവാൻ, ഈ മാത്രമല്ല പണവും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളവർ അകത്ത് തീയാവി ആവരിക്കും. ഏതാവൊരു സ്തോത്രം. യോഹന്നാനെ ഒരച്ചൊരച്ച് യേശുവിനെ മാറണത്തിൽ ഒരച്ചൊരച്ചൊരച്ച് ഭയങ്കര ശക്തിയാണ്. ആരും അറിയുന്നു. രാജാവ് എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞ് ഒപ്പിച്ച മുമ്പില് പറ്റത്തില്ല. അകത്തിരിച്ച് ഒരുത്തം പറഞ്ഞ സമ്മതിക്കത്തില്ല. തിളച്ചെണ്ണയ്ക്കകത്ത് കൊണ്ടുവന്നപ്പോൾ അലകടം തിളക്കുന്ന തീനകത്ത് വ്യാപരിക്കുക. പിന്നെ ആ തിളക്കുന്ന എണ്ണയുടെ തീ മുട്ടുമടക്കാതിരിക്കുന്നു. അന്നേരം നിന്നെ തരണം ചെയ്യാൻ പോകുന്ന നേരിടുന്ന കോവിഡ് അല്ലെങ്കിൽ രോഗം, തീര ക്യാൻസർ നിന്നെ കീഴ്പ്പെടുത്താൻ നീ കീഴ്പ്പെടുത്തണം. ആന്തരിക ശക്തി നിനക്കെതിരായി വരുന്ന, നന്മയ്ക്ക് തടസ്സമായി വരുന്ന രോഗപ്പെട്ട് തലമുറയെ വെട്ടിപ്പിടിക്കുവാൻ അവർ സ്തോത്രം തന്ത്രം വഹിക്കുന്ന മുട്ടുമടക്കും. മുസ്ലിങ്ങളുടെ ഫോബിയാണ് കേട്ടില്ല. ഫോബിയ ചർച്ചയിൽ നിന്ന് അഴിച്ചു മാറുന്നു. ചർച്ചയിൽ നിന്ന് അഴിച്ചു മാറ്റുക പെൺകുട്ടികളെ. ഫോബിയ പാസ്റ്റർമാരും അറിയുന്നില്ല. പാസ്റ്ററെ നമുക്കറിയാം, പാട്ടന്മാരി നടക്കല്ല. ചെറുപ്പത്തിൽ പൈതൻ പാടി പാടി ആത്മാവിന്റെ സന്നദ്ധത്തിലാണ് ഇരുന്നത്. യെരമ്യാവിനെ ഞാൻ ഭൂമിയിൽ മഹാന്മാരോടുകൂടെ സംസാരിക്കും. അവനവിടെ തലപൊക്കി വരുമ്പോഴത്തേക്ക് എന്റെ ദാവീദ് ചെറുപ്പക്കാരൻ അവൻ അറിയാമായിരുന്നു. പിടിപിടിയുടെ ചാടി വീഴും. ഫോബിയക്കാരൻ വന്നിന് തലമുറയെ പിടിക്കുവാൻ, നന്മയ്ക്കെടുത്തുവാൻ, ആരോഗ്യത്തെടുത്ത് രോഗശക്തി വരുവാൻ, വെറുതെ മുന്നമേ നിന്നെ ഓർമ്മപ്പെടുത്തും, ഇടപെടും, സംസാരിക്കും. അത് ഒത്തുനിന്നാവും. അങ്ങനെയാണ് ഒരു സിംഹത്തെയും കരടിയെ അടിച്ചു കൊന്നത്. എന്റെ ആരംഭ സമയത്ത് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, നിനക്ക് വെള്ളപ്പാണ്ട് വരാൻ ശത്രുക്കളാക്കി. ഇങ്ങനെ കാണുമ്പോൾ ഇഷ്ടമല്ല. വെള്ളപ്പാണ്ട് വന്നാൽ പിന്നെ എന്താ പറയണ്ട. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. എന്റെ കൊണ്ട് വെള്ളപ്പാണ്ട് വരെ സംഭവിച്ചു. ശത്രു വരുന്നതിനോട് സംസാരിക്കും. തലമുറയെ കുറിച്ച്, അവന്റെ ജോലിയെ കുറിച്ച്, ഭാര്യയെ കുറിച്ച് ദൈവം നിങ്ങൾ ഇടപെടും. ശക്തി പ്രാർത്ഥിക്കും. യോഹന്നാൻ അറിയാം, തിളച്ചെണ്ണയെ നിർവീര്യമാക്കി. ആ 7 മടങ്ങ് തിരിച്ചു അനേകാമത്തെ തീയ അവിടെ ഹൃദയങ്ങളാക്കുണ്ടായിരുന്നു. പിന്നാണ് സിംഹക്കൂട്. അവൻ അടിയേറാൻ പറഞ്ഞു. അവൻ ദാനിയെ പോയി പട്ടുമത്തെ പോലെ സിംഹയുടെ മേളിലായി. ദൈവശക്തി പ്രാപിച്ച് അന്ത്യകാലത്ത് നീ ഒരുങ്ങിയില്ലെങ്കിൽ സുഹൃത്തെ, ദൂഷ്ടനിത പതിയിരിക്കുകയാണ്. ദൂഷ്ടൻ പതിയിരിക്കുക. ഉള്ളിലെ തീയെ ആമേ സ്തോത്രം നിന്നെ ശക്തിപ്പെടുത്തുവാൻ പലരും സേനകളുണ്ട്. അതുകൊണ്ട് യെരമ്യാവ് 12 ജാതികളുടെ ചട്ടങ്ങൾ മിഥ്യാവൃത്തിയെ സംബന്ധിക്കുന്നു. അത് ഒരുവൻ കാട്ടിൽ
ജാതികളെ പുള്ളി പേടിക്കുന്നു. ഡീസലിന്റെ വില കൂടി, പെട്രോളിന്റെ വില കൂടി, ദൈനംദിന സാധനങ്ങളുടെ വില കൂടി. ഇവിടെ യേശു അല്ല പറഞ്ഞിരിക്കുന്നത്, അന്നെന്നുള്ളത് തരാൻ പറഞ്ഞിരിക്കുന്നു. സൂറത്തിലെ ജഡ്ജി, ഗുജറാത്തിന്റെ മോഡിയുടെ പദ്ധതി പറഞ്ഞിരിക്കുക. വിധിച്ചിട്ടെന്താ? വിധി കൽപ്പിച്ച് നടന്നില്ല. അതിനെക്കാട്ടും വലിയ പ്രമാണമല്ലേ നമ്മുടെ ഇരിക്കുന്നു. പ്രപഞ്ച സൃഷ്ടാവിന്റെ പ്രമാണമായിരിക്കുന്നത്. നീ ഭ്രമിക്കരുത്, നീ പിടിക്കാൻ പോകരുത്, സമരത്തിന് പോകരുത്. നിന്റെ ദൈവം യഹോവയാണ്. അന്നമ്മ വഴി കടന്നാണ് പറഞ്ഞിരിക്കുന്നത്. വില കൂട്ടട്ടെ, എന്ത് കൂട്ടട്ടെ, സാധനങ്ങൾ വില കൂട്ടട്ടെ, എന്തുവാകട്ടെ, ദൈവത്തിനോട് കൂടെ അവരൊക്കെ നടക്കുന്നത് അറിയാമല്ലോ. ആകാശ ശക്തികളുണ്ട്, അതായത് നക്ഷത്ര രാശിയൊക്കെ ഇതിലൊക്കെ അവർ നടക്കുന്നത്. അതനുസരിച്ചാണ് നടക്കുന്നത്. ഏതാ ഈ നക്ഷത്ര ശക്തികളെ യേശുവിന്റെ കാഴ്ച മരിക്കുകയാണ്. നിന്റെ തുടത്തിൽ പേടിക്കുന്നുണ്ടോ? നീ പേടിച്ചാലാണോ പ്രയോജനം? പേടിക്കരുത്. ഇതിനെല്ലാം നിന്റെ പേര് അടക്കി വെച്ചിരിക്കുകയാണ്, തൊടുകയില്ല. അതുകൊണ്ടാ പറഞ്ഞ യഹോവയായ മഹാവീർ ബലവാനായ എന്റെ മധ്യത്തിലുണ്ട്. എന്റെ മധ്യത്തിലുണ്ട്, ദുഷ്ടന്റെ അടുത്ത് വരത്തില്ല. കാർത്തികനെ മകരത്തിനെ കന്യകളെ തകർത്തവനാണ് ആ ബലവാനെ അവിടെ ഇരിക്കുന്നത്. ആ വിശ്വാസം വേണം. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ജാതികളെ പോലെ ആകാശഭൂകമ്പം വരുന്നു, ഇത് വരുന്നു, നീ എതിരെ വരുന്നു. എന്നെ ഉള്ളകയിൽ വരയ്ക്കുക. എന്നാൽ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി പോലെ ഓരോ കൂത്താത്തിന്റെ എല്ലാം എന്റെ ഉള്ളകെ ഭൂമി മാറിപ്പോകട്ടെ. അവന്റെ ഉള്ളകയിലാണ് ഈ വിശ്വാസം വേണം. ഗൾഫിൽ പോയാലും അമേരിക്കയിൽ പോയാലും നീ ഇറാഖിൽ പോയാലും അഫ്ഗാനിസ്ഥാനിൽ പോയാലും നീ അവിടെ പോകേണ്ടി വന്നാൽ എന്റെ യഹോവയുടെ ഉള്ളകയിലാണ്. ഈ വിശ്വാസമാണ്. ഈ കർത്താവിനെ ബഹുമാനിപ്പാൻ അമേ സ്തോത്രം. അവനെ വിശ്വസിച്ചു. ആമേ സ്തോത്രം. നീ ഒരുങ്ങാൻ ഈ സമയത്ത് കർത്താവ് ഭ്രമിക്കരുത്. നീ ഭ്രമിക്കരുത്. സ്തോത്രം. പോയിന്റുകൾ ഞാൻ പറയാം. പുറപ്പാട് പുസ്തകം 32-26 പുറപ്പാട് 32-26. ഒത്തിരി കിടക്കുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പ്രധാന വിഷയമാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇവൻ അറിയാം, ലേവ്യർ അറിയാം. ഇവൻ വ്യഭിചാരിയുടെ കുടുംബമാണ്. വ്യഭിചാരി, കൊലപാതകനാണ്. ഇവനെ മിഞ്ചി നടക്കുക. ഇന്ന് പലർക്കും ഇങ്ങനെയുള്ള പറയല്ലേ, പാപം 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 കൃപയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മിന്നാമിനി പോലെ ഞാൻ പറഞ്ഞ കേൾക്കൂ, ഞാൻ ശരിയാകുമോ, കർത്താവ് എടുക്കപ്പെടുമോ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക. മിന്നാമിനി ഇരിക്കുക. മിന്നാമിനി പറയും ഞാൻ വ്യഭിചാരിയാണ്, എൻ്റെ കുടുംബത്തിൽ അതുകൊണ്ട് ഞാൻ കൊലപാതകനാണ് ഇന്ന് പറഞ്ഞു നടക്കുക. സ്വസ്ഥതയില്ല, യജുവനെന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല. അതിനിടയിൽ ആ മോശം ഓടും. ഞാൻ അത് നിങ്ങൾ അറിയാവുന്ന കാര്യം. എന്റെ പക്ഷത്ത് ആരും കേട്ട മാത്രമേ അയ്യോ ചാൻസ് കിട്ടാൻ ചാടിയ വേണം. വിശുദ്ധനല്ല, കൊലപാതകന, എങ്ങനെ എനിക്ക് ചാടിയ കൊണ്ട് വീണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നും ലേവ്യരുടെ പക്ഷക്കാരാണ് കേട്ടോ. അമ്മ അങ്ങനെ വന്നതുകൊണ്ട് ഈ കൊലപാതകനാണ്, വ്യഭിചാരിയാണ്, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാൻ പോകത്തില്ല ശുശ്രൂഷ, ഞാൻ ശരിയല്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന സുഹൃത്തേ, നിന്നെ പോലെ ഒരു കൂട്ടമുണ്ട്. ദാവീദ് രാജാവ്, ശമരിയ സ്ത്രീ, മക്കളക്കാരി മറിയ, എല്ലാവരും ഉണ്ടോ ഇവിടെ? മിണ്ടാത്ത എന്റെ കർത്താവ് അവരെല്ലാം തിരഞ്ഞെടുത്തു. പെട്ടെന്ന് പറയാം, ഒരു വാക്കിന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 21:8
സമയമില്ലാത്തവൻ. മറ്റൊരാള് മത്തായിയുടെ 22:7-10 വരെ. എന്നാൽ വീരുകൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കഠിന ഈ ലേവി ഇതിൽപ്പെട്ട ആളായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ കൂട്ടത്തിലെല്ലാമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 22:7-10 വരെ. രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ചു. ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിടുവീൻ എന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി തന്റെ ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടു വന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ മതി ശ്രദ്ധിക്കണം. ഞാൻ ചുരുക്കിക്കൊണ്ടുവരികയാണ്. അതുകൊണ്ട് സ്തോത്രം. ഇവിടെ പറഞ്ഞതുപോലെ ദൈവത്തിന് വേണ്ടി ഒരുങ്ങാനായി വിളിച്ചിരിക്കുന്ന നിങ്ങൾ ഒരുങ്ങില്ലെങ്കിൽ ദൈവത്തിന് പ്രകാരം പറഞ്ഞ പോലെ ഞാൻ ഭാവിയാണ് പുഴുവാണ് പറഞ്ഞിരുന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ പുറന്തള്ളപ്പെടും. പക്ഷേ വഴി വെച്ച് നടക്കുന്ന ഈ പറഞ്ഞ ക്ഷൂദ്രി പറഞ്ഞ എന്താണ് അവിശ്വാസികൾ അറയ്ക്കപ്പെട്ട ലേവിയെ പോലെ അല്ലെങ്കിൽ ദാവീദിനെ വിവരിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ നമ്മൾ ഇവരെല്ലാം യാതൊരു നിങ്ങൾ ഇരുട്ടിൽ തള്ളപ്പെടും. ഉണ്ടോ ഇവിടെ? പറഞ്ഞ എബ്രായ 6:1 പറഞ്ഞപ്പോൾ മിഞ്ചി ഇരിക്കാതെ കിട്ടിയ സമയം രോഗികൾക്ക് വേണ്ടി, വാദികൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇറങ്ങിത്തിരിക്ക്, നിശ്ചയമായിട്ടും എന്നെ ആ ദൗത്യം ഇവിടെ കേട്ടതുപോലെ അവിശ്വാസികൾ അറയ്ക്കപ്പെട്ട പീരുവായി നമ്മുടെ പീരുവായി ആരാ? ദാവീദ് ഇരിക്കുക സകൃത കേട്ടു എന്തെല്ലാം സകൃത ആ ഒരു ഗ്രാമം പോലും ഈ സമരസിൽ പോയി നേടി 6 ഭർത്താക്കന്മാരുടെ ഭാര്യ. പിന്നെ എന്തെല്ലാം ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. എന്റെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഈ നമ്മെ ഓരോരുത്തരെ ക്ഷണിക്കുകയാണ്. മിഞ്ചി ഇരിക്കാതെ മിന്നാതുപോലെ എന്നെ ഇനി ആർക്ക് വേണ്ട, ഞാൻ വയസ്സായി മുതായല്ല സോഡാകുപ്പിയെ കൊണ്ടിരിക്കുന്നു, കളറില്ല, വിദ്യാഭ്യാസം, സൗന്ദര്യമില്ല, കുലമഹിമയില്ല, വീടില്ല, ആരുമില്ല, ഉത്തരവാദപ്പെട്ട ആരുമില്ല. കർത്താവിനെ കൊണ്ട് തയ്യാറാവുക. ലേവി തയ്യാറായില്ല. ദൈവത്തെ ശക്തമായി പറയണം. ഇന്നിവിടെ ഇരിക്കുന്നവർക്കെല്ലാം ക്യാൻസർ ഉണ്ട്. കഴിഞ്ഞ നാളുകളിൽ പരാജയപ്പെട്ട് പിന്മാറി ഭീരുവായി അവിശ്വാസിയായി അടക്കപ്പെട്ട വ്യക്തിയായി ചിന്തിച്ച് ഭീരുവായിരിക്കാതെ മുമ്പോട്ട് വരും. കാരണം യുദ്ധത്തിന് വേണ്ടി ആരും പെണ്ണല്ല, ചെറുപ്പക്കാരിയല്ലേ. ദൈവം കൂടെ വന്നാൽ ഈ ഒരു ഭയങ്കര നേതാവായി സൈന്യത്തിന്റെ പ്രവർത്തിക്കാൻ കണ്ടത് നീ സീറോവായിരിക്കാം. അതിന്റെ അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നീ ആരാണ്? സ്തോത്രം. അതുകൊണ്ട് ഈ കർത്താവിനെ മാനിച്ച് കർത്താവിനെ സ്തോത്രം പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഈ നിലയിൽ നിന്റെ പ്രാർത്ഥന എന്റെ കർത്താവിന് വേണ്ട. തീരുവാണേ ഞാൻ എന്താ പറയുന്നത്, ഉള്ളപ്പോൾ ഉണ്ണിയാണേ. എന്തെല്ലാം വരും, മണ്ണുണ്ണിയാണ്, തീരുവാണ്. എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. ഞാൻ എന്തോ ചെയ്യണം കർത്താവ്, നിലവിളിക്കാതെ കർത്താവിന്റെ ശബ്ദം അറിയുക പ്രയോജനപ്പെടുത്താൻ. നീ അറിയത്തില്ല, നീ അറിയാത്തവൻ പദ്ധതികൾ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുക. വേണ്ടിയെല്ലാം ജനിച്ചപ്പോഴെ തന്നിരിക്കുകയാണ്. 1 by 1 വന്നു. നീ അറിയണ്ട. എന്റെ മകളൊന്നും പഠിക്കട്ടെ, ഒരു ഗുണമല്ല പഠിപ്പിക്കുക. 2 പേരൊക്കെ പഠിക്കും. ഒരാൾ അമേരിക്ക 1 കോടി കടം കൊടുക്കും. പ്രാർത്ഥന എന്നുള്ള എഞ്ചിനീയറായി ഒരു ന്യൂക്ലിയർ സ്റ്റാർട്ടിങ് ആവും. ദൈവത്തിന് അത്ഭുതമാണ്. ദൈവം ഒരു പ്രാർത്ഥിക്കണം. ചുമ്മാ ഇരിക്കാതെ പാപം പറഞ്ഞിരിക്കാതെ പ്രാർത്ഥന. ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയാൽ നിശ്ചയമായിട്ടും തലമുറ അനുഗ്രഹിക്കപ്പെടും. എന്റെ ആരോഗ്യം നന്നായിരിക്കും. ക്യാൻസർ വിടപറയും. ഇത് പാരമ്പര്യം. എവിടാ പാരമ്പര്യം പറഞ്ഞിരിക്കുന്നത്? നീ ഉറച്ചുന്നാൽ മതി. അടിരുത പറഞ്ഞ് വിടവാണ് നിന്റെ പാരമ്പര്യം പിടിക്കുന്നത്. ഇതൊക്കെ പണ്ടായി ആത്മശക്തിയോടെ നിറഞ്ഞത് കൽപ്പിച്ചാൽ സ്തോത്രം ഒരു ദുഃഖമെടുത്ത് വരത്തില്ല. എനിക്കത് 100-ൽ പരം കറണ്ട് ഷോ കടിക്കുന്നു. പക്ഷെ എന്നും യേശു വന്നിട്ട്
അകത്തൊരു ശക്തി എന്താ കാരണം ഷോക്ക് അടിക്കാൻ നൂറിപ്പരം അടിച്ചിട്ടുണ്ട്. ഒന്നും എന്നെ ദോഷം വരും. കർത്താവിന്റെ അകത്തുണ്ട്. സൂപ്രധാനമായിട്ട് പറയുകയല്ല, എന്റെ കർത്താവിനുള്ളത് ഇതുവരെ അത്ഭുതമായി ഇടം, ഒരു ദോഷം വരുത്താൻ പട്ടിക്കിടാൻ അത്ഭുതമായി ഇടം. കോർത്തിലൊക്കെ കിറാവ് എന്നെ പോലെ 8 പാസ്റ്റർമാരെ വെട്ടിക്കൊന്നു. വർഷങ്ങളായ എന്നെ നോക്കുക കൈകില. പക്ഷെ എന്റെ കർത്താവുള്ളത് കൊണ്ട് എന്നോട് നിൽക്കുന്ന വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് തീർത്തു പറയുവാൻ, സ്തോത്രം ഘോഷിപ്പാൻ, ഭാവിയുടെ പ്രാർത്ഥന, ഇങ്ങനെയുള്ള പ്രാർത്ഥന കേൾക്കുന്നില്ല. നിമിഷമുള്ള പ്രാർത്ഥന നല്ല വചനം പറയുന്നു. നിന്റെ ഈ പാപിയായിരുന്നുകൊണ്ട് ഞാൻ കൃമിയാണ്, പൊടിയാണ് എന്ന് പറഞ്ഞ് ആദ്യ വിഷയങ്ങളെ കുറിച്ച് മറ്റുള്ള നിന്നാൽ അവരവർ ആരാന്ന് അറിയുമ്പോഴാണ് അവിടെ അവർ ആരംഭിക്കുന്നത്. അതോ തുടങ്ങിക്കോളും. ഈ സഭയ്ക്കാനല്ല, നിറയാനുള്ളതാണ്. നിങ്ങളുടെ പ്രിയത്തെടുത്ത് മാറ്റി കിട്ടുമ്പോഴൊക്കെ ഞാൻ പുഴുവാണ്, കൃമിയാണ്. ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾ കടന്നു വരും. നിന്റെ പ്രാർത്ഥന, മനസ്സോടെയുള്ള പ്രാർത്ഥന സ്വർഗം നമ്മുടെ പരീക്ഷയിൽ പൂരിപ്പിക്കുക. എന്താണ്? അതായത് യഥാർത്ഥമായത് ഇട്ടാൽ അത് മാർഗം. ഇതുപോലെയാണ് പ്രാർത്ഥന. വിശ്വാസത്തോടെ ഹൃദയമായി നീ ആ വിഷയം പ്രാർത്ഥിച്ചാൽ അതുപോലെ നടക്കും. ആണ് പ്രാർത്ഥന. അത് പ്രാർത്ഥന അംഗീകരിക്കപ്പെട്ടിരിക്കും. ഹൃദയത്തോടെ ഭാവമില്ലാത്ത ചിന്തയിൽ അത് പറഞ്ഞാൽ മതി. അതാണ് പ്രാർത്ഥനയുള്ള വരി. അങ്ങനെയെങ്കിൽ ആ പ്രാർത്ഥന മുറുകെ പിടിച്ചു ആശ്വാസത്തിക്കാതെ വിശ്വാസത്തോടെ മുമ്പോട്ട് പോകാം. ഈ വരുന്ന നമുക്ക് സഹായിക്കും.